ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ബാംഗ്ലൂർ പോവാണ് കേട്ടോ. എപ്പോഴും പോകണമെന്ന് വിചാരിക്കും, പക്ഷേ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോവും. പക്ഷേ ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ പോവാണ്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്നലെ രാത്രി യശ്വന്ത്പൂർ എക്സ്പ്രസ്സിന് കോഴിക്കോട് നിന്നാണ് കയറിയത്. പിറ്റേ ദിവസം രാവിലെ 7:30 ആയപ്പോൾ തന്നെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. വെയിലും കാര്യങ്ങളൊക്കെ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ. ട്രെയിൻ ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് കസിൻ്റെ റൂമിലേക്കാണ്. സ്റ്റേഷനിൽ ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി നന്നായിട്ട് ഫ്രഷായി നേരെ പോയത് ലാൽബാഗ് എന്ന് പറയുന്ന ഒരു ഗാർഡനിലേക്കാണ്. റിപ്പബ്ലിക് ഡേ ഒക്കെ വരാൻ പോവല്ലേ, അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഇവിടെ ഫ്ലവർ ഷോ ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ഫസ്റ്റ് പോയത് അങ്ങോട്ടേക്കാണ്. പല ആൾക്കാരുടെ ബക്കറ്റ് ലിസ്റ്റിലൊക്കെ വലിയ വലിയ സ്ഥലങ്ങളായിരിക്കും ഉണ്ടാവുക. എന്നാലും പണ്ട് മുതൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കാണണം ആഗ്രഹിച്ചിരുന്നൊരു സ്ഥലമാണ് കേട്ടോ ബാംഗ്ലൂർ. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിപ്പ് അതിന് മാത്രം എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ഞാൻ വന്നത്. അങ്ങനെ ഞങ്ങൾ ലാൽബാഗ് ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറി ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ ഉള്ളിൽ കയറിയ സമയത്ത് നമ്മളെ നാട്ടിൻപുറത്ത് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു പൂക്കൾ തൊട്ടിട്ട് വലിയ വലിയ വിലപിടിപ്പുള്ള പൂക്കൾ വരെ വളരെ അടിപൊളിയായിട്ട് ഒരു അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കുറേ റോസ് വെച്ചിട്ട് ആനേനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പീക്കോക്ക്, അങ്ങനെ പൂക്കൾ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒരവിടെ ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഗ്ലാസ് ഹൗസ് കയറി. ഈ കാണുന്നതാണ് കേട്ടോ ഗ്ലാസ് ഹൗസ്. ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലും ഇതേ പറഞ്ഞ പോലെ തന്നെ കുറേ ഫ്ലവേഴ്സും കുറേ വെജിറ്റബിൾസും വെച്ചിട്ട് ഒരു അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്ന പൂക്കൾ ഇങ്ങനെയും ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുമ്പോൾ അതിശയിച്ചു പോകും. എന്തായാലും എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫ്ലവർ ഷോ കാണുന്നത്. കുറേയൊക്കെ കാഴ്ചകൾ കാണുന്ന തിരക്കിൽ വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. എന്തായാലും എന്നെ കൊണ്ടാവും വിധം ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടി നോക്കും. രാവിലെ ആണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പും ഉച്ചയായപ്പോഴേക്കും അതിലേറെ സഹിക്കാൻ പറ്റാത്ത ചൂടുമാണ്. ഗാർഡൻ മൊത്തം അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഉച്ചയായിട്ടുണ്ട്. ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് ഏതോ ഒരു മാർക്കറ്റിലേക്കാണ്. മാർക്കറ്റിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും മനസ്സിലേക്ക് വരിക കുറേ സ്ട്രീറ്റും മാർക്കറ്റും ഒക്കെ തന്നെയാണല്ലോ. ബാർഗെയിൻ ചെയ്ത് സാധനങ്ങൾ വാങ്ങാൻ കഴിവുള്ളവരാണ് നിങ്ങളെങ്കിൽ ഏത് സാധനത്തിൻ്റെയും വെറൈറ്റി ഓഫ് കളക്ഷൻസ് അത് നമ്മൾ ബാർഗെയിൻ ചെയ്ത് പറയുന്ന പൈസയ്ക്ക് എവിടെ നിന്നൊക്കെ കിട്ടൂട്ടോ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞങ്ങൾ പൊതുവേ കോഴിക്കോട്ടുകാർ എന്ത് പറയുമ്പോഴും ഒരു ടോ ഇടൽ കൂടുതലാണ്. പോയിട്ടോ, വന്നിട്ടോ, കയറിയിട്ടോ. ഇതേപോലെ നിങ്ങളെ നാട്ടിലും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് പറയുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് ക്ഷീണിച്ച് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് അൽ സൈത്തൂൺ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. എല്ലാവരും ഒരേപോലെ തലശ്ശേരി ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പോയത് ടോണിക് എന്ന് പറയുന്ന ഒരു ലിക്കറിൻ്റെ ഷോപ്പിലേക്കാണ്. പലവിധം കുപ്പികളുണ്ട് കേട്ടോ ഇവിടെ. നമ്മളെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിലും വെറൈറ്റി കളക്ഷൻസ്, കുപ്പികളിലും വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. കുപ്പി മാത്രമല്ല കേട്ടോ, കുപ്പീൻ്റെ ഉള്ളിൽ സാധനമുണ്ട്. 10,000 അല്ല, 20,000 അല്ല, 25,000 രൂപേൻ്റെ വരെ കുപ്പികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെ കൊണ്ടാവുന്ന തരത്തിലുള്ള ഒരു 2 കുപ്പി വാങ്ങി ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് കർണാടകയിലെ നിയമസഭയിലേക്കാണ്. വിധാൻ സൗദ എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയും ബാക്കി മന്ത്രിമാരും ആൾക്കാരൊക്കെ ഉണ്ടാവുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കർണാടകയിലെ ഹൈക്കോർട്ട്. അതും ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടു. അങ്ങനെ വെയിലത്തൊക്കെ ഇറങ്ങി നടന്ന ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയി. ബാക്കി കറക്കം രാത്രിയാവാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ വീട്ടിലെത്തി. പിന്നെ എല്ലാവരും റെസ്റ്റ് എടുക്കല്ലേ. എവിടെ പോകും എന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ. ഏകദേശം സന്ധ്യ കഴിഞ്ഞ് രാത്രി ആയപ്പോൾ തന്നെ ഇവിടെ തണുപ്പിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാട്ടോ ഇരുന്നത്. പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പുറത്ത് പോകുന്നില്ലേ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞങ്ങൾ ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പെട്ടെന്ന് പണി തീർത്താൽ പെട്ടെന്ന് പുറത്തു പോകാമെന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ആവേശം വെച്ചിട്ട് ഞങ്ങൾ സ്പീഡിൽ തന്നെ പണി തീർത്തു. അങ്ങനെ ചോറും കറിയൊക്കെ സെറ്റാക്കി വെച്ചു. ഞങ്ങൾ റെഡിയായിട്ട് പുറത്തേക്ക് പോവാണ്. ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് മാളിലേക്കാട്ടോ ഞങ്ങൾ പോയത്. മാളിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. അതിൻ്റെ പുറത്തായിട്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള ജ്വല്ലറി കളക്ഷൻസിൻ്റെ ഒരു സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. ജ്വല്ലറി മാത്രമൊന്നുമല്ല, എല്ലാ ഡ്രസ്സിങ്ങും ഐറ്റംസും, ബാഗ്, ചെരുപ്പ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മളെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിലും അടിപൊളി കളക്ഷൻസ് ആട്ടോ. കണ്ടാൽ വാങ്ങാൻ തോന്നിപ്പോവും. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. സ്ട്രീറ്റ് കിട്ടുന്ന റേറ്റ് ഒന്നും ആയിരുന്നില്ല. അങ്ങനെ അതിന് ശേഷം മാളിൻ്റെ ബാക്കിലായിട്ട് നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ. ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും പറ്റിയ സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു പകൽ സമയത്ത് ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് കുറച്ചുകൂടെ രാത്രി എക്സ്പ്ലോർ ചെയ്യുന്നതാണെന്ന്. അതാകുമ്പോൾ വലിയ വെയിലോ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നടന്നു പോകുന്ന വഴിയിലൊക്കെ പിന്നെയും കുറേ കളക്ഷൻസ് ആണ് കേട്ടോ. കണ്ടാൽ വാങ്ങാൻ തോന്നിപ്പോവും. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വെറും ചായനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു ടൂരേട്ടൻ. ചായനെ പറ്റി ഇത്രയൊക്കെ പറയാണ്ടോ എന്ന് ആലോചിച്ച് പോയി. കാരണം അതെന്തോ ഔഷധ ഗുണമുള്ള ചായയാണെന്നോ എപ്പോഴാണ് കുടിക്കേണ്ടതെന്നോ അതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആൾ പറയുന്നത്. പിന്നെ കുറേ ഗുജറാത്തി സ്റ്റൈലിലുള്ള നല്ല വർക്കൊക്കെയുള്ള ചെരുപ്പുകൾ കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ ഞങ്ങളൊരു ടോയ്സിൻ്റെ ഷോപ്പ് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ട്രയലായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെറുതെ അതൊക്കെ നോക്കി കുറേ നേരം നിന്നു. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ഒന്ന്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.